യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ നാം ഒരേ ഒരു താലന്തിനെ വിശ്വസ്തമായി ഉപയോഗിക്കുമ്പോൾ മറ്റു താലന്തുകൾ നേടാനാകും എന്നുള്ളതായൊരു വിഷയത്തിന്മേലാണ് ആയിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14-15. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. പ്രിയരെ, ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവനാമത്തിനായി പ്രയോജനപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇന്നുള്ളതായ മനുഷ്യർ മറ്റ് പല കാര്യാദികളിലും അവരുടെ ശ്രദ്ധ പോകുന്നത് കൊണ്ട് തന്നെ ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ ദൈവനാമത്തിന് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാതിരിക്കുന്നു. പ്രിയരെ, ദൈവരാജ്യത്തിനായി അനേകരെ നേടുന്നതിനു വേണ്ടി, അനേകരെ രക്ഷയുടേതായ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിലവിൽ ശുശ്രൂഷ വേളയിലായിരിക്കുന്നവർക്കോ മറ്റോ കഴിയാതെ പോകുന്നതായ സാഹചര്യത്തിൽ പോലും ദൈവനാമത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നതായ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കൂടിയാകുന്നു. അതിനായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സത്യവേദ പുസ്തകത്തിൽ അത്തരത്തിലുള്ളതായ ഒരു വാക്യമാണ് നാം വായിച്ചത്. 5 താലന്ത് കിട്ടിയവൻ അവൻ്റെ യജമാനൻ മടങ്ങി വന്നതായ സമയത്ത് അതിൻ്റെ ഇരട്ടി കൂടെ അവൻ നേടിയെടുപ്പാൻ തക്കവണ്ണം അവന് സാധിച്ചു. 2 താലന്ത് കിട്ടിയവനും അപ്രകാരം തന്നെ ചെയ്തു. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ അവൻ കുഴിച്ചിടപ്പെട്ടതായ അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതായ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. പ്രിയരെ, ഈ നാളുകളിൽ ദൈവനാമ മഹത്വത്തിനായി നാം നിലകൊള്ളുന്നു എന്ന് പറയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ താലന്തുകൾ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പലപ്പോഴും ദൈവിക താലന്തുകൾ ലഭ്യമായിരിക്കുന്നവർ ലോകപരമായ കാര്യാദികൾക്ക് വേണ്ടിയിട്ട് ആ താലന്തുകൾ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഇല്ലാത്തതായ ദുരവസ്ഥയിലേക്ക് പോകുന്നതായ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ മത്തായി സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 26 അതുപോലെ 30 വാക്യങ്ങൾ പ്രകാരം പറയുന്നു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്ത് കൊയ്യുകയും വിതണാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവർ എന്ന് നീ അറിയുന്നുവല്ലോ. അതിൻ്റെ 30-ാമത് വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രിയരെ, നമ്മുടെ ജീവിതം അത്തരത്തിലുള്ളതായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതല്ല, മറിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേർവിളി കേൾക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുക. അതിനായി ദൈവിക പരിജ്ഞാനത്താൽ നിറഞ്ഞ് നാം വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും നല്ലവനും വലിയവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായി പ്രഭാതത്തിൽ ഇത്തരത്തിലുള്ളതായ ഒരു സന്ദേശം ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിയല്ലോ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേർവിളി കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പരിജ്ഞാനത്താൽ ഞങ്ങൾ നിറയപ്പെട്ടവരായി ദൈവമേ, നിന്റെ രാജ്യത്തിലേക്ക് അനേകരെ ചേർപ്പാൻ തക്കവണ്ണമുള്ള ഞങ്ങളെ നീ ഒരുക്കുന്നതിനായി സ്തോത്രം. നിന്റെ കൃപയാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളും, പരിപാലിക്കും, വഴി നടത്തും. സകലതും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കും. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.